വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തേക്കും. വിശദമായ പരിശോധനയ്ക്ക് DGPയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഇത്രയും നാൾ കോൺഗ്രസും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ പ്രതിരോധിച്ചത് തനിക്കെതിരെ ഒരു പോലീസ് കേസും ഇതുവരെയും വന്നിട്ടില്ല, ഒരു പരാതിയും എവിടെയും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ വിഷയത്തിൽ കേസെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന വാർത്ത വരുന്നു. എന്താണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം? പ്രജിൻ, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ് കർശനമായ നടപടി ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉയർന്നാൽ ഉണ്ടാകും. മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത നിരക്കാത്ത തരത്തിലേക്കുള്ള പെരുമാറ്റം ഉണ്ടായെന്നൊക്കെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. അതിനപ്പുറം കടന്ന MLA സ്ഥാനം രാജിവെക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി നിലപാടായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ലൈംഗിക ആരോപണം അത് ഏതെങ്കിലും തരത്തിൽ ഗർഭചിത്രം എന്നുള്ളതല്ല, സ്റ്റോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയവർക്ക് പരാതി ഉണ്ടോ എന്നുള്ള സാധ്യത പരിശോധിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതികളിൽ പ്രധാനം DGP വഴി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന ഒരു പരാതിയാണ്. H ഹഫീസാണ് പരാതിക്കാരൻ. അതിൽ പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തി. പക്ഷേ ആ രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് പരാതി കേസ് എന്നതിനപ്പുറത്തേക്ക് പരാതിക്കാരുണ്ടെങ്കിൽ, അതായത് ആക്ഷേപം ഉന്നയിച്ച കൊച്ചിയിലെ യുവനടി അടക്കമുള്ളവരുണ്ട്, അത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചവർക്ക് പരാതി ഉണ്ടോ എന്നുള്ള സാധ്യത അത് പരിശോധിക്കും. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പോലീസിന് വലിയ ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാർ എത്താത്തതായിരുന്നു H ഹഫീസിന്റെ പരാതിയിലടക്കം പോലീസ് തുടർ നീക്കം നടത്താതിരിക്കാനുള്ള ഒരു കാരണം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇക്കാര്യത്തിൽ ഈ ലൈംഗിക ചുവയോടെ മെസ്സേജ് അയച്ചു. അതല്ല, ഈ ശല്യപ്പെടുത്തിന് സ്റ്റോക്കിംഗ് ചെയ്യുന്ന രീതിയിലേക്ക് മെസ്സേജ് അയച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളിലെ നിയമസാധ്യതകൾ ഉണ്ട് എന്ന് പോലീസിന് ഇന്നലെ തന്നെ നിയമോപദേശം ലഭിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ സാധ്യതകൾ പരിശോധിക്കണം, ആവശ്യമെങ്കിൽ ആരോപണം ഉന്നയിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നവരിൽ നിന്ന് വിവരശേഖരണം നടത്തണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുള്ളത്. പ്രജിൻ, ഷഫീദ്, അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഈ വനിതാ കമ്മീഷനും ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും DGPക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ വന്നിരിക്കുന്ന ആരോപണങ്ങളെ ഉദ്ധരിച്ചാണ് അത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശമൊക്കെ DGPക്ക് നൽകിയിരുന്നു. ഇതിപ്പോൾ അതല്ലാതെ മറ്റൊരു ആൾ, ഒരു മൂന്നാമതൊരാൾ നൽകിയ പരാതിയിൽ കേസെടുക്കണം എന്ന നിർദ്ദേശമല്ലേ നൽകിയിരിക്കുന്നത് DGP? നമുക്ക് പ്രത്യക്ഷമായി അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും സാധാരണഗതിയിൽ നമ്മളൊരു മൂന്നാമൻ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ പരാതിക്കാർ ഡയറക്റ്റായി നൽകാത്ത പരാതിയിൽ സ്വാഭാവികമായും അത് പോലീസിന് കോടതിയിലടക്കം ചലഞ്ച് നേരിടുന്ന സാഹചര്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സാധ്യതകളാണ് നിയമോപദേശം കഴിഞ്ഞ ദിവസം പോലീസ് തേടി അതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ നിലപാടായും രാഷ്ട്രീയ നീക്കമായി നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനം, അതായത് പൊതുസമൂഹത്തിൽ ആരോപണം ഉന്നയിച്ചവരോട് സമീപിക്കണം, അവരിൽ നിന്ന് വിവരശേഖരണം നടത്തി സ്വാഭാവികമായും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് മറ്റൊന്നും നോക്കാനില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ മറ്റു തടസ്സങ്ങൾ പോലീസിന് ഉണ്ടാവുകയുമില്ല. നിലവിൽ ഇപ്പോൾ ആ സാധ്യതയാണ് പോലീസ് തേടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സാധ്യത തേടാനാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷഫീദ്, ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളിൽ ഉന്നയിക്കപ്പെട്ട ആൾക്കാർ ആരും തന്നെ ഒരു പരാതി അത് പോലീസിൽ നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ ചാറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഓഡിയോ സന്ദേശങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതുണ്ട്, അതിൽ ഭീഷണിപ്പെടുത്തലൊക്കെ അതൊക്കെ നമ്മൾ കണ്ടതാണ്, പൊതുസമൂഹം അത് ബോധ്യപ്പെട്ടതുമാണ്. പക്ഷേ അതിലൊരു പരാതിയായി എവിടെയും നൽകിയിട്ടില്ല. അതിനൊരു പക്ഷേ അവരെ പിന്തിരിപ്പിക്കുന്നത് എന്തായിരിക്കാം എന്നൊരു ഘടകമാണ്. അതിൽ എന്തെങ്കിലും വിവരങ്ങൾ, എന്തെങ്കിലും ഒരു സാധ്യത, അത് ഏത് രീതിയിലാണ് DGP തേടുന്നത്? ഇക്കാര്യത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നപ്പോൾ പോലീസ് തന്നെ പരാതിക്കാർക്ക് അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിച്ചവർക്ക് കൊടുത്ത ഉറപ്പായിരുന്നു അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരില്ല, മാത്രമല്ല അത് ആ സെക്യൂരിറ്റിയിൽ, ആ സീക്രസിയിൽ അത് നടപ്പിലാക്കുമെന്നുള്ളത് പോലീസ് പറഞ്ഞതാണ്. അതിനുശേഷമാണ് കുറച്ചെങ്കിലും ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ ആ സാധ്യത തന്നെയാണ് ഈ വിഷയത്തിലും പോലീസ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ 2 പ്രധാനപ്പെട്ട ആളുകൾ പരസ്യമായി ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ട്, ഒന്ന് കൊച്ചിയിലെ യുവനടിയാണ്, അവർക്ക് സ്റ്റോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി. രണ്ടാമത്തേത് അവന്തികയാണ്. അവന്തികയും ആ രീതിയിൽ പൊതുസമൂഹത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇവർക്ക് പരാതി ഉണ്ടോ എന്നുള്ള സാധ്യത പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റു പരാതികൾ, പ്രത്യേകിച്ച് അത് ഏതെങ്കിലും തരത്തിൽ DGPക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തരം അടക്കം നൽകിയിരിക്കുന്ന പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി ഏത് രീതിയിൽ പ്രോസസ്സ് ചെയ്യണം, അതടക്കമുള്ള കാര്യങ്ങൾക്ക് പോലീസ് നൽകുന്ന ഒരു അഷുറൻസ് ആയി ആ നിർദ്ദേശം കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ നീക്കമായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും. രണ്ടാമത്തെ കാര്യം, നിലവിലിപ്പോൾ പോലീസിന്റെ പക്കൽ ഒരു നടപടി എന്ന രീതിയിൽ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് H
ഓഫീസിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് പരാതിക്കാരനായിട്ടുള്ള എച്ച് ഓഫീസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിലും പോലീസിന് ചില തടസ്സങ്ങളുണ്ട്. ഒരു മൂന്നാമത് ഉള്ളൊരാൾ നൽകുന്ന പരാതിയിൽ എത്രത്തോളം തുടർ സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള നീക്കം അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു ഇമെയിൽ മുഖാന്തരമെങ്കിലും DGPക്ക് ഒരു ഡയറക്റ്റ് കംപ്ലൈന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു ഡയറക്റ്റ് കംപ്ലൈന്റ് ലഭിച്ചാൽ സ്വാഭാവികമായും അവരുടെ മൊഴി രേഖപ്പെടുത്തി രാഹുലിനെതിരെ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. വീണ്ടും പറയുന്നു, അതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. രാഷ്ട്രീയമായി ആ നിലപാട് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ കേസിൽ ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതിയിലാണ്, ആക്ഷേപത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊരു നിർദ്ദേശം ഇപ്പോൾ DGP തേടിയിരിക്കുന്നത്.